ഹൈന്ദവ വിശ്വാസപ്രകാരം വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ദിനമാണ് കന്നിമാസത്തിലെ അമാവാസി. ഈ ദിനത്തെ മഹാലയ അമാവാസി എന്നാണ് അറിയപ്പെടുന്നത്. പൗർണമി കഴിഞ്ഞു വരുന്ന 15-ാമത്തെ ദിവസമാണ് മഹാലയ അമാവാസിയായി ആചരിക്കുന്നത്. ഈ 15 ദിവസവും പിതൃപൂജ നടത്തിയാൽ വളരെ ശ്രേഷ്ഠമാണ് എന്നാണ് വിശ്വാസം. ദക്ഷിണേന്ത്യയിലെ ആഘോഷമായ ദസറയുടെ തുടക്കമാണ് മഹാലയ അമാവാസി. കന്നിമാസത്തിലെ അമാവാസി ദിവസം പിതൃപൂജ ചെയ്താൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കും. നമ്മുടെ പൂർവികർക്കായി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം. കന്നിമാസത്തിലെ പൗർണമിക്ക് പിറ്റേന്ന് മുതലാണ് പിതൃപൂജ ആരംഭിക്കുന്നത്. ഇതാണ് മഹാലയ അമാവാസി നാളിൽ പരിസമാപ്തിയിൽ എത്തുന്നത്. മൺമറഞ്ഞുപോയ പിതൃക്കൾക്കായി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മമാണ് പിതൃപൂജ അല്ലെങ്കിൽ പിതൃതർപ്പണം. പിതൃക്കളെ പൂജിക്കുന്നവന് വേഗത്തിൽ ഫലസിദ്ധി ഉണ്ടാകും എന്നാണ് വിശ്വാസം. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവർ അവർക്കൊഴിച്ച് പൂർവികരെ മനസ്സിൽ വിചാരിച്ച് കൃത്യമായി പിണ്ടകർമ്മം നടത്തുക. അമാവാസി ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് വളരെയേറെ പ്രത്യേകതകൾ കൽപ്പിക്കുന്നുണ്ട്. തലേന്ന് തന്നെ വ്രതാനുഷ്ഠാനം ആരംഭിക്കണം. പിറ്റേന്ന് രാവിലെ കുളിച്ച് ഈറനോടെ തർപ്പണ സ്ഥലത്തേക്ക് പ്രവേശിക്കുക. പിതൃതർപ്പണം ആചാര്യൻ്റെ ഉപദേശപ്രകാരം മാത്രമേ അനുഷ്ഠിക്കാവൂ. പൂർവികരെ മനസ്സിൽ വിചാരിച്ച് ഭക്തിയോടെ ആചാര്യൻ്റെ മുന്നിൽ ഒരു മുട്ട് നിലത്ത് മുട്ടിച്ചിരിക്കുക. ശേഷം ദർഭ 3 ഇഴ ചേർത്ത് കെട്ടിയ പവിത്രം കയ്യിൽ അണിയുക. എള്ള്, പൂവ്, ചന്ദനം എന്നിവ സമീപം കരുതി വയ്ക്കണം. വിഷ്ണുവിനെയും അഷ്ടദിക്പാലകരെയും ബ്രഹ്മാവിനെയും വന്ദിക്കണം. വിഷ്ണു സാന്നിധ്യമില്ലാതെ ചെയ്യുന്ന ശ്രാദ്ധം പിതൃക്കളിൽ നിന്ന് അസുരന്മാർ അപഹരിക്കും എന്നാണ് സങ്കല്പം. അരി വേവിച്ച് ശർക്കര, തേൻ, പഴം, എള്ള്, നെയ്യ് എന്നിവ ചേർത്ത് കുഴച്ച് ഉരുട്ടിയ പിണ്ഡം, എള്ള്, പൂവ്, ചന്ദനം, ഒരു നൂൽ കഷ്ണം ഇവയെല്ലാം വെച്ച് ഈ അന്നം സ്വീകരിച്ച് തൃപ്തിയായി വിഷ്ണുപദം പൂക്കുക എന്ന പ്രാർത്ഥനയോടെ ശ്രാദ്ധം ചെയ്യുക. ആചാര്യൻ്റെ ഉപദേശപ്രകാരം മാത്രമേ ബലികർപ്പണം നടത്താവൂ. ശ്രാദ്ധം പൂർത്തിയായ ശേഷം പിണ്ഡം ഉൾപ്പെടെയുള്ളവ ഒഴുകുന്ന വെള്ളത്തിൽ സമർപ്പിച്ച് ദക്ഷിണ നൽകി പവിത്രം ഉപേക്ഷിക്കുക. വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഒരു നേരം അരി ആഹാരവും 2 നേരം ഗോതമ്പാഹാരവും കഴിക്കുക. വളരെ ശുദ്ധിയോടെയും ഭക്തിയോടെയും മാത്രമേ പിതൃതർപ്പണം നടത്താവൂ. ഈ ദിവസം പിതൃക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങും എന്നാണ് വിശ്വാസം. ആയതിനാൽ പിതൃക്കളെ സ്വീകരിക്കാനായി ഗൃഹത്തിൽ വിളക്ക് തെളിയിച്ചു വയ്ക്കണം. സങ്കല്പമായി ഇഷ്ടഭക്ഷണം നൽകുന്ന ചടങ്ങും നടത്തിവരാറുണ്ട്. ചന്ദ്രൻ്റെ പ്രകാശമില്ലാത്ത ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അഥവാ കറുത്തവാവ്. ഈ ദിവസം പൊതുവെ അനുകൂലമല്ലെന്നാണ് വിശ്വാസം. ഭൂമിയിൽ ചന്ദ്രൻ്റെ സാന്നിധ്യമില്ലാത്തതിനാൽ ദുർശക്തികൾക്ക് ഈ ദിനം പ്രിയപ്പെട്ടതാണ്. എന്നാൽ പരമശിവനെയും കാളിയെയും ഭജിച്ചാൽ അമാവാസിയുടെ ദോഷവശങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതിനു പുറമെ അമാവാസി നാളിൽ വ്രതാനുഷ്ഠാനവും നടത്താം. ചന്ദ്രൻ്റെ സ്വാധീനം ഭൂമിയിൽ കുറയുമ്പോൾ അനേകം ദുർശക്തികൾ രൂപപ്പെടുമെന്നാണ് വിശ്വാസം. ഇതിൻ്റെ ദോഷവശം ഏൽക്കാതിരിക്കാനാണ് അമാവാസി നാളിൽ വ്രതം അനുഷ്ഠിക്കുന്നത്. പിതൃതർപ്പണം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായും വ്രതം അനുഷ്ഠിക്കണം. മഹാലയ അമാവാസി നാളിൽ അതിരാവിലെ തന്നെ ശുദ്ധിയായി ക്ഷേത്രദർശനം നടത്തണം. പിതൃതർപ്പണം, തിലതർപ്പണം തുടങ്ങിയ കർമ്മങ്ങൾ നടത്തിയാൽ വേഗത്തിൽ ഫലം സിദ്ധിക്കും എന്നാണ് വിശ്വാസം. ഈ ദിനം ഒരിക്കലൂണ് മാത്രമേ പാടുള്ളൂ. പിതൃക്കളുടെ തൃപ്തിക്കായി ദർശശ്രാദ്ധം എന്ന പിതൃകർമ്മവും തിലതർപ്പണവും നടത്തുന്നത് അതീവ ശ്രേയസ്കരമാണ്.